അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് ഒരു വയസ്സായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം ഏതായാലും ഇനി മരണപ്പെടും എന്ന അത്രമാത്രം ഒരു വയസ്സുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം തൻ്റെ തോട്ടത്തിൽ പോയി ഇങ്ങനെ അധ്വാനിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം അധ്വാനിക്കുക? ഒരു നിലക്കും ആവശ്യമില്ല, ഇനി ഏതായാലും അതിന് മരണപ്പെടുകയാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ അധ്വാനിക്കുകയാണ്. കാരണം ദുനിയാവിനോടുള്ള കൊതി അദ്ദേഹത്തിൻ്റെ കൽബിൽ നിന്ന് തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലിഹിസ്സലാമിനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നപ്പെട്ട ഈസാ നബി അലിഹിസ്സലാം അവിടുന്ന് അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു, റബ്ബേ, അദ്ദേഹത്തിൻ്റെ കൽബിൽ നിന്ന് ആ ദുനിയാവിൻ്റെ ഒരു കൊതിയെന്ന് നീ ഊരിക്കളയണേ എന്ന് പറഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കുള്ള ദുആയാണല്ലോ, അവിടുന്ന് നേർക്ക് നേരെ കാണുകയാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ അവിടുന്ന് തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ താഴെ വിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങുകയാണ്. ഇത് കണ്ടപ്പോഴും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ അതിശയം തോന്നി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ വീണ്ടും തുറന്നു, യോ അള്ളാഹുവെ, അദ്ദേഹത്തിനേക്ക് നേരത്തുണ്ടായിരുന്ന ആ കൊതി അദ്ദേഹത്തിനേക്ക് തിരിച്ചു കൊടുക്കൂ അള്ളാഹ്. അങ്ങനെ തുറക്കുമ്പോഴേക്ക് പൊട്ടെന്ന് അദ്ദേഹം എണീക്കുകയാണ്. നേരത്തെ അവിടെ നിന്ന് എറിഞ്ഞുപോയ ആ ആയുധത്തിന് തേടിപ്പിടിച്ച് എടുത്ത് വീണ്ടും അദ്ദേഹം തോട്ടത്തിലിറങ്ങി ഇങ്ങനെ അധ്വാനിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൽ നിന്ന് പോയി സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിലേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു, അല്ല, നേരത്തെ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഈ ജോലിയൊക്കെ നിർത്തിപ്പോയി അവിടെ പോയി കിടക്കൊക്കെ കണ്ടല്ലോ, പിന്നെ അവിടുന്ന് പെട്ടെന്ന് എണീച്ച് വീണ്ടും വരുന്ന കണ്ടല്ലോ, എന്തേ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹം പറയണം, ഞാനിങ്ങനെ തോട്ടത്തിൻ്റെ ഈ പണിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ തോന്നി, ഞാൻ എന്തിനാ ഇത്ര പേരുടെ അധ്വാനിക്കുന്നത്? ഇനി ഏതായാലും മരിക്കാൻ പോവുകയാണല്ലേ, ഇനി ഇതിൻ്റെ പിന്നാലെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കട്ടെ, എനിക്കത് ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ എൻ്റെ കൽബിലേക്ക് ഒരു ചിന്ത വന്നപ്പോൾ ഞാനിതൊക്കെ വേണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ പോയി കിടന്നുറങ്ങിയതാണ്. പക്ഷെ ഞാനവിടെ കിടക്കുമ്പോഴോ എൻ്റെ മനസ്സിലേക്കൊരു തോന്നൽ വന്നു, ഏതായാലും മരിക്കുന്നത് വരെ ഒന്ന് ജീവിക്കണമല്ലോ, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ലോ എന്ന് ഇനി വീണ്ടും ഞാൻ അവിടെ നിന്ന് എണീച്ച് വന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. വളരെ രസകരമായ ഒരു നല്ലൊരു സംഭവമാണ്, പക്ഷെ ചിന്തനീയമായ ഒരു വിഷയം കൂടിയാണ്. പലപ്പോഴും നാം ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നത് ഈ ദുനിയാവിനെ കൊതിച്ചുകൊണ്ടാണ്, ഈ ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. കൊതിയൊക്കെ വേണം, പക്ഷേ പരിധി വിട്ട അള്ളാഹുവിനെ മറന്നിട്ടുള്ളൊരു കൊതി ഒരിക്കലും ദുനിയാവുമായിട്ട് നമുക്കുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ആഖിറം കൊതിക്കുന്നതും ആഖിറ അധ്വാനിക്കുന്നതൊക്കെ നാം മറന്നുപോകരുത്. അങ്ങനെ ഒരു കൊതി ഒരിക്കലും നമുക്കുണ്ടാകരുത് എന്ന വലിയൊരു സന്ദേശമാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരുവാനാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.